അപ്പോൾ സൈക്കിക് മീഡിയംഷിപ്പിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ എന്ന് പറയുന്നത് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയത്തിനും അപ്പുറമുള്ള ഇന്ദ്രിയം ഉപയോഗിച്ചുകൊണ്ട് സ്പിരിച്വൽ വേൾഡിലുമായിട്ട് കണക്ട് ചെയ്യുവാനും ആത്മാക്കളെ കാണുവാനും അവരോട് സംസാരിക്കുവാനും അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുവാനും ഒക്കെയുള്ളൊരു എബിലിറ്റിയാണ്. അതൊരു ഹീലിംഗ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാനൊരു സാധാരണ പ്രേക്ഷകർക്ക് ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യങ്ങൾ രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തിപ്പോൾ ഈ പുസ്തകം തന്നെ ഞാനത് പുസ്തകം മുഴുവൻ വായിച്ച ആളാണ്. വളരെ കൃത്യമായിട്ട് എല്ലാം ഓരോ പേജും അത്രയധികം ആകർഷിച്ച എൻ്റെ ഒരു പുസ്തകമാണ്. കാരണം ഞാൻ അതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പുസ്തകം വായിച്ചേക്കണത് പരലോക നിയമങ്ങൾ എന്നുള്ള പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച് തീരുന്നതിന് മുമ്പാണ് ഞാൻ പോയി ABC ചാനൽ ഇൻ്റർവ്യൂ കൊടുത്തു. എന്തോ ഒരു തോന്നൽ എനിക്കുണ്ടായി, എത്രയും പെട്ടെന്ന് ഇത് ജനങ്ങളെ അറിയിക്കണം. കാരണം നേരത്തെ വന്നു പോയൊരു പുസ്തകം മലയാളത്തിൽ, അത് ജനങ്ങളെ ഒന്ന് അറിയിക്കണം. എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ആത്മാക്കളുടെ ലോകം, എന്താണ് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാം. ആ ഇൻ്റർവ്യൂ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കണ്ടു, 1,00,000 പേര് കണ്ടു. ബുക്ക് തന്നെ ഔട്ട് ഓഫ് പ്രിൻ്റായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകം തെരേസയായിട്ട് പരിചയപ്പെട്ട് ഈ പുസ്തകം കിട്ടി. കയ്യോടത് ഒറ്റയിരിപ്പിന് ഒരാഴ്ച കൊണ്ട് വായിച്ചു തീർത്തു. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ സാധാരണ ഒരു ജനങ്ങൾക്ക്, ഇപ്പോൾ നമുക്കിവിടെ കേരളത്തിലധികം ഈ സൈക്കിക് മീഡിയം എന്നുള്ള പേര് പോലും ആൾക്കാർക്ക് എന്താണ് എന്നുള്ളത് അറിയില്ല. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് നമുക്കിത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂടുതലും ജ്യോതിഷം അല്ലെങ്കിൽ പിന്നെ പാമിസ്ട്രി, പിന്നെ അതുപോലെ ടാരോ തന്നെ ഇവിടെ ആയി വരുന്നൊരവസ്ഥയൊക്കെ ആയിട്ടുള്ളൂ. കാരണം സാധാരണ ജനങ്ങളൊരു ടാരോ റീഡറുടെ അടുത്ത് പോയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരു അവസ്ഥയിലായിട്ടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഞാനൊക്കെ തന്നെ അറിയാവുന്ന ആൾക്കാർ കൂടുതലും വടക്കേ ഇന്ത്യയിൽ, ഡൽഹി ആ ഭാഗത്തൊക്കെ ഒരുപാട് ടാരോ ട്രേഡേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്. കേരളത്തിൽ ടാരോ തന്നെ ഒരു ഏകദേശം ഒരു തുടക്കത്തിലൊരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ സൈക്കിക് മീഡിയ എന്നൊരു പേര് തന്നെ ആദ്യമായിട്ട് കേൾക്കണം. അപ്പോൾ ഈ എന്താണ് ഈ പേര് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയുക എന്നപ്പോൾ സാധാരണ ആൾക്കാർക്ക് നമുക്കൊരു മനസ്സിലാക്കി കൊടുക്കാനൊന്ന് പറഞ്ഞു തരാമോ? ഒന്നാമത്തെ കേസ്, കേരളത്തിലെ ഈ ടാരോ എന്ന് പറയുന്ന സംഭവം തന്നെ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ മെത്തേഡ് ഉണ്ട് എന്നുള്ളത് പോലും ഞാൻ മുഖേനയാണ് അറിയുന്നത്. ഇപ്പോഴിപ്പോൾ യൂട്യൂബ് തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പ്രണയം എന്താണ്, നാളത്തെ പ്രണയം എന്താണ്, ഇപ്പം അയാൾ എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അത് വലിയൊരു ഡിവിനേഷൻ മെത്തേഡാണ്. പിന്നെ വേറെ ഏതൊരു ലേഡി കൊണ്ടുണ്ടായിരുന്നു അന്ന്, കുറേ വർഷങ്ങൾക്ക് മുമ്പാട്ടോ. സൈക്കിക് മീഡിയംഷിപ്പ് എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. സൈക്കിക് മീഡിയംഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ 6th സെൻസ് ആക്റ്റീവ് ആയിരിക്കണം. ആരെയും പഠിപ്പിക്കാനൊന്നും പറ്റില്ല. പഠിപ്പിക്കാൻ പറ്റില്ല. മധുചേട്ടൻ തന്നെ എത്രയോ തവണ എൻ്റെ കൂടെ വണ്ടിയിൽ വരുന്നു. എനിക്ക് കാണാൻ പറ്റുന്ന സോളിനെ മധുചേട്ടന് കാണാൻ പറ്റില്ല. തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരല്ലേ. അവരെന്നോട് പറയുന്നത് മധുചേട്ടന് കേൾക്കാൻ പറ്റുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരിക്കലും നമുക്ക് ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. ജന്മസിദ്ധമായ ഒരു കഴിവാണ്. അതൊരു ജന്മസിദ്ധമായ ഈശ്വരാനുഗ്രഹമാണ്. കഴിവ് എന്നുള്ളതിനേക്കാളും ഉപരി അതൊരു ഈശ്വരാനുഗ്രഹമാണ്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്, ഭയങ്കര വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ സൈക്കിക് മീഡിയംഷിപ്പിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ എന്ന് പറയുന്നത് നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയത്തിനും അപ്പുറമുള്ള ഇന്ദ്രിയം ഉപയോഗിച്ചുകൊണ്ട് സ്പിരിച്വൽ വേൾഡിലുമായിട്ട് കണക്ട് ചെയ്യുവാനും ആത്മാക്കളെ കാണുവാനും അവരോട് സംസാരിക്കുവാനും അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുവാനും ഒക്കെയുള്ളൊരു എബിലിറ്റിയാണ്. അതൊരു ഹീലിംഗ് പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹീലിംഗ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ചുമ്മാ നമുക്ക് നമ്മളിപ്പോൾ സിനിമയിലെ കാണുന്നവർ അങ്ങനെയുള്ളൊരു ഭയങ്കര തെറ്റാണ്. സംസാരിക്കാനുണ്ട്. അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് മാറ്റേഴ്സ് ആണ്. ഹീലിംഗ് പവർ എന്നുള്ളതിന് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നതിനാണ് അല്ലേ. ഇപ്പോൾ മിക്ക ക്ലയൻസും സൈക്കാട്രി മെഡിസിൻസ് ഒക്കെ വർഷങ്ങളോളം കഴിക്കുന്നവരായിരിക്കും, ഉറക്കത്തിന് മെഡിസിൻ കഴിക്കുന്നവരായിരിക്കും, ഹൈ ഡിപ്രഷന് മെഡിസിൻ കഴിക്കുന്നവരായിരിക്കാം. എസ്പെഷ്യലി അവരുടെ പ്രിയപ്പെട്ടവർ ഡിപ്പാർട്ടായതിന് ശേഷം സ്വാഭാവികം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അവർക്കും എന്താ ടെൻഡൻസി, മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ മരിച്ചുപോയ അമ്മയുടെ കൂടെ പോകണം, അല്ല അച്ഛൻ്റെ കൂടെ പോകണം, അല്ലെ വൈഫിൻ്റെ കൂടെ പോകണം, പിള്ളേർ മരിച്ചു പിള്ളേരുടെ കൂടെ പോകണം. ഈ ടെൻഡൻസിയിലാണ് ഇതുവരും ജീവിക്കുന്നത്. അതല്ല, അത് തെറ്റാണ്. അത് തീർത്തും തെറ്റാണ്. ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എക്സ്ട്രീം കോംപ്ലിക്കേഷനാണ്. നമ്മുടെ ആത്മാവ് താഴെത്തട്ടിലേക്ക് പോകും, ആരും ഉയർത്തിക്കൊണ്ട് വരും. ഇതിനെപ്പറ്റി അവയർനെസ് തീരെ ആളുകൾക്കില്ല. ഇപ്പോൾ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്,
മറ്റ് മത ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റി പറയുന്നില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആത്മീയ ജീവിതമൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുന്ന സമയത്ത് തന്നെയും ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഈ നമ്മുടെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ റെലംസ് ഓൾറെഡി പോയി കാണിച്ചു വന്നു തന്നെ, മാലാഖമാരായിട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വിറച്ചു പോയി. ഇപ്പം നരകമുണ്ടോ? അവിടുത്തെ അവസ്ഥ എന്താണ്? സ്വർഗം അതിൻ്റെ അവസ്ഥ എന്താണ്? കണ്ട് കഴിഞ്ഞാൽ പിന്നെ തിരികെ വരാൻ തോന്നത്തില്ല. അങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ അല്ലേ ആസ്ട്രൽ ട്രാവലായിട്ട് പോയിട്ടുണ്ടല്ലേ. കാരണം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആൾക്കാർക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്കത് പറയാൻ പറ്റത്തില്ല. പറയും കിളി പോയ കേസാണ്. അതടിച്ചിട്ട ഇതടിച്ചിട്ട. ഞാനൊക്കെ ഇപ്പോൾ പ്യുവർ വെജിറ്റേറിയനും കൂടെ ആയി. അപ്പം പിന്നെ ചെറിയ പ്രായം തൊട്ട് അങ്ങനെ ഒരു എബിലിറ്റി. എൻ്റെ മമ്മിയുടെ അമ്മേനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകം വായിക്കാത്ത പ്രേക്ഷകർക്കും നമ്മൾ ആരാന്ന് അറിയാൻ മേലാത്തവർക്കും വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. മമ്മിയുടെ അമ്മ എന്നെ കുത്തിക്കൊന്നതാണ്, മമ്മിയുടെ അപ്പന് എന്തോ സംശയരോഗം. പക്ഷെ ആ കുത്തുകൾ ഒരുപാട് കുത്തുകളായിരുന്നു. അപ്പം മമ്മിയൊക്കെ അന്ന് തീരെ കുഞ്ഞ്. ഇവർ 5 പെൺകുട്ടികളാണ്. ഈ 5ാമത്തെ ആൻറ്റി എന്ന് പറയുന്ന കുറച്ച് മാസമായിട്ടുള്ളൂ. ഇവരെല്ലാം ഓർഫനേജിൽ നിന്നാണ് വളർന്നത്. കഷ്ടപ്പെട്ടു. ഞാൻ ജനിച്ച് എനിക്ക് ഏതാണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടു തുടങ്ങുന്നത്. അതുവരെ അമ്മച്ചി കാത്തിരിക്കാന്ന് ഓർത്തോണം. ഇപ്പൊ മധുചേട്ടന്റെ കേസ് ഓർക്കാം. ഫാമിലിയിൽ നിന്ന് 100 വർഷം 120 എന്തായാലും ഉണ്ട്. അതൊന്നും പറയണേ, പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. അപ്പൊ എൻ്റെ അമ്മച്ചി ഞാൻ ജനിച്ച് എനിക്ക് ആ പ്രായം ആവുന്നത് വരെ കാത്തിരിക്കുക ഗ്രാൻഡ് മദർ. അപ്പൊ അമ്മച്ചീനെ ഇത് അമ്മച്ചിയാന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ കണ്ട ആളെ ഞാൻ നമ്മുടെ തൊട്ടപ്പുറത്തെ അമ്മച്ചിയോട് പറഞ്ഞു, അതിനൊക്കെ നിമിത്തമായത് സാറാണ്. അദ്ദേഹം പറഞ്ഞ് ടിറ്റിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്. അദ്ദേഹം പറഞ്ഞു ടിറ്റിയുടെ ജാതകം എഴുതിക്കാനായിട്ട് ഒരു ആത്മാവിനെ സമ്മതിക്കുന്നില്ല. അപ്പം ഞാൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പുള്ളി പുറത്തൊന്നും വരത്തില്ല. പുള്ളീനെ അങ്ങനെ ആർക്കും കാണാൻ കിട്ടത്തില്ല. ഒരിക്കലും പുറത്തു വരാൻ പറ്റുന്ന ആളല്ല, താല്പര്യമില്ലാത്ത ആളാ. മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആണിത് എന്നോട് പറയുന്നത് പേടിക്കാതെ എന്ന് പറഞ്ഞു. പുള്ളി ഡിസ്ക്രൈബ് ചെയ്യപ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹം കാണുമ്പോൾ സെയിം ആൾ തന്നെയാണ്. ധാരെന്ന് പോയി തപ്പാൻ പറഞ്ഞു. അന്ന് ഞാൻ കിടുങ്ങിപ്പോയി, വിറച്ചു പോയി ശരിക്കും. അന്വേഷിച്ചു. കാണുമ്പോൾ നമ്മുടെ ആ രൂപം അങ്ങനെ പേടിപ്പെടുത്തുന്ന രൂപമാണോ? അല്ല അല്ല നമ്മൾ സാധാരണ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ ആത്മാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ നമ്മൾ പേടിപ്പെടുത്തുന്ന ഒച്ചപ്പാട് മറ്റേ പാട്ടൊക്കെ പാടി തന്നെ നിശ്ചയിത അങ്ങനെയൊന്നും ഒരു രീതിയല്ല അല്ലേ? അങ്ങനൊന്നുമല്ല. അതൊക്കെ ഭയങ്കര ശുദ്ധ മണ്ടത്തിനാണ്. അങ്ങനൊന്നുമല്ല. കലാകാരന്റെ കാഴ്ചപ്പാടുള്ള ഒരു സിനിമാക്കാർ കാണിക്കുന്നത് റിയാലിറ്റിക്ക് വ്യത്യാസം. അപ്പോൾ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇതെൻ്റെ ഗ്രാൻഡ് മദറാണെന്ന് നെയ്ബർ അമ്മച്ചി പറഞ്ഞു വന്നു. പക്ഷെ അമ്മച്ചി കേട്ടിട്ടുണ്ട്. അമ്മച്ചി കാണുമ്പോൾ ഇച്ചിരി ഭയാനകമായ രൂപത്തിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിന് വേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഞാനാ ചെയ്യുന്ന ഓച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ. എന്നാ പ്രായമുണ്ട് എനിക്ക്, ഒന്നും അറിയില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ പരിഹാരം പറഞ്ഞു തരായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്നു. ആവാഹിച്ചിട്ട് ഓച്ചിറ മഹാദേവ പരബ്രഹ്മക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തി ഇദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞു തന്നു എന്ത് ചെയ്യണമെന്ന്. അത് ഇരുത്തി നമ്മുടെ ജാതകം എഴുതിയ അദ്ദേഹം അല്ലേ ചെയ്യിച്ചു. അതിനുശേഷം പിന്നീട് എന്താ എന്നുള്ളതിനെ പറ്റി നോക്കുമ്പോൾ അമ്മച്ചി സമാധാനമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതുവരെ എൻ്റെ അമ്മച്ചി അലഞ്ഞിരിഞ്ഞു. അത്ര വർഷങ്ങളോളം അല്ലേ? എത്ര വർഷം. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ സെയിം ഏജിലുള്ള എൻ്റെ തന്നെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അവർക്കിതൊന്നും മനസ്സിലാവത്തില്ലെന്നേ. സ്വന്തം അനുഭവത്തിൽ നിങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്കിത് മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത്. കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും അത്രയും കഴിവ് നമ്മുടെ സമനില തെറ്റിപ്പോകാനായിട്ട് പാടില്ല. പറ്റത്തില്ല കാര്യം. അങ്ങനെയുള്ള അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, അത്രയും ആത്മാവിന്റെ തലത്തിൽ അത്രയും ശക്തമായിട്ടുള്ള ഊർജ്ജമുള്ള ഒരാൾക്ക് മാത്രമേ ഊർജ്ജം കൊടുക്കുന്ന ആൾക്കാർ, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് ദുരുപയോഗം ചെയ്യാനും പാടില്ല. എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? പിന്നെ ഒരു ചെറിയ ഒരു ഇത് തന്നെ ഇട്ടിട്ട് അത് തന്നെ ഡെയിലി ഇട്ടിട്ട് റേറ്റിംഗ് കയറ്റുന്ന എന്തുമാത്രം ചാനലുകളാണ് നമുക്ക് ലോകമെമ്പാടുമുള്ളത്. നമ്മുടെ ഗ്രൂപ്പിൽ നോക്ക്, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. നാളെ
അതങ്ങനെ പോവുക. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ അതാണ് സൈക്കിക് മീഡിയംഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും നോക്കിയപ്പോൾ സാധാരണ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മളടുത്ത് കൺസൾട്ട് ചെയ്യാൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കുന്നത്? നമുക്ക് എന്താ നോക്കാനുള്ളത്? ആദ്യത്തെ കേസ് ക്യൂരിയോസിറ്റിയുടെ പുറത്താണോ? പിന്നെ നിങ്ങൾ എന്തിനാ അത് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വരാൻ കാരണം? എന്താ കാര്യം? എന്താ വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോൾ സാമ്പത്തിക അത് ഇത് അങ്ങനെ ഇങ്ങനെ ഇതല്ല സൈക്കിക് മീഡിയംഷിപ്പ് എൻ്റയർലി ഡിഫറെൻറ്റ്. അത്ര ഉദ്ദേശിക്കുന്ന ഒരു രീതി എക്സ്ട്രീം കേസസിൽ മാത്രം അത് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ വിചാരം ഞാൻ മനഃപൂർവ്വം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ജാട അങ്ങനെ അതല്ല. അത് എൻ്റെ ഊർജം ഞാൻ ആ ആത്മാവുമായിട്ട് ഷെയർ ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ എൻ്റെ ഊർജം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ പ്രാണനാണ്. എൻ്റെ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ചൈതന്യമാണ്. ആ ചൈതന്യം ഓരോ സെക്കൻഡിലും അത്രയും വാല്യൂഡാണ്. ഒരു കുടുംബത്തിനെ ഹീൽ ചെയ്യേണ്ടതായിരിക്കാം. മനസ്സിലായില്ല? ആത്മാവിനെ ആ കുടുംബത്തിനെ ആത്മാവ് സമാധാനമാകുന്നതനുസരിച്ച് ആ ഒരു കുടുംബം രക്ഷപ്പെടുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ എത്ര കുടുംബങ്ങളാണ്? അപ്പോൾ ഇതിൽ എന്താ പറ്റുന്നത്? എൻ്റെ ഊർജ്ജം, എൻ്റെ സമയം, എൻ്റെ ആയുസ് അല്ലേ, ഭയങ്കര വാല്യൂഡാണ്, എക്സ്ട്രീംലി വാല്യൂഡാണ്. അത് മനസ്സിലാക്കണം ആളുകൾ. നിങ്ങളും ഞാനുമാണ്. വ്യത്യാസമുണ്ട്. ആ ബൗണ്ടറി ഒരിക്കലും ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല ആരും. നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. സോൾ ഇസ് സോൾ. അവരെ അവരുടെ തലത്തിൽ നിർത്തുക, പ്രാർത്ഥിക്കുക, സമാധാനമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കൺസൾട്ട് ചെയ്യാന്നുള്ള രീതി അതങ്ങനല്ല. അത് നമ്മൾ സാധാരണ ചില ആളുകൾ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ അച്ഛൻ്റെ ബാങ്കിൻ്റെ ലോക്കറിൻ്റെ കീ എവിടെ ഇരിക്കുന്നത്? ഞാൻ പറയും, ദൈവത്തെ ഓർത്ത് അത് നിങ്ങൾ പ്രാക്ടിക്കലി എവിടെയാണെന്ന് വെച്ചപ്പോൾ ഇത് അതിനുള്ള വേദിയല്ല. തന്നെല്ലാം പറയാനുള്ള അനുവാദവും ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ടാവും ഇങ്ങനത്തെ ഹൈ കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഒരാളൊരു കൺസൾട്ടേഷൻ ചോദിച്ചാൽ അത് കൊടുത്തോളണം നിർബന്ധമില്ല. ഒരു നിർബന്ധം അനുവാദം ഉണ്ടെങ്കിൽ മാത്രം അല്ലേ? അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഞാൻ തന്നെ പല ആൾക്കാർ അങ്ങോട്ട് റെഫർ ചെയ്ത് എല്ലാവർക്കും ഒന്നും കൺസൾട്ടേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ പറ്റി അപവാദം പറയും, അവർ ഭയങ്കര ജാടയാണ്, അഹങ്കാരിയാണ്, കൊടുക്കത്തില്ല, അങ്ങനെ ഇങ്ങനെ. ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കി ഇത് അതൊന്നും അല്ല. അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സമയമായിട്ടില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പോരെ. ഇതല്ലെങ്കിൽ നിങ്ങൾ സംശയ മനോഭാവത്തോടു കൂടി അപ്രോച്ച് ചെയ്യുന്നത്. ഉദ്ദേശശുദ്ധി ശരിയല്ല. ശരിയല്ല. അല്ലെങ്കിൽ അവർ സമയമായിട്ടില്ല, ഒന്നായിരിക്കും. അതായിരിക്കും അല്ലേ?